ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായി ഒരു നാച്ചുറൽ ആയിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഈ ക്വാളിറ്റീസ് കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായി നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ എന്തൊക്കെയാണ് ഈ ക്വാളിറ്റീസ് എന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ തോന്നലുകൾ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ തോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് വളരെ ക്ലിയർ ആയി വളരെ ഓപ്പൺ ആയി സംസാരിക്കുക. ഡ്രമാറ്റിക് അല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് അവരെ മനസ്സിലാക്കണം എന്നൊക്കെ ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഡയറക്റ്റ് ആയി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്കാണെങ്കിലോ തീർച്ചയായിട്ടും ഞാൻ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി പറഞ്ഞു എന്നുള്ള ഒരു കാര്യവും ഉണ്ടായിരിക്കും. സോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമതായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, നമുക്ക് തോന്നുന്ന എന്തും ആയിക്കൊള്ളട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കാമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. എനിവേസ് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയൊരു കാര്യം ആയിക്കൊള്ളട്ടെ ഒരു എഫേർട്ട് നിങ്ങൾ കാണുകയാണ്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നും വരുന്ന സമയത്ത് ഒരു പക്ഷെ വേർഡ് ആയിരിക്കാം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്റ് നൽകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, ഒരു ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കൺസേൺ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും വരുന്ന ഒരു ആക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. സോ ഇങ്ങനെ എന്തുമാവട്ടെ ഇങ്ങനെയുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്നും വരുന്ന സമയത്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ എഫേർട്ട് റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളത്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എഫേർട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് അതിനെ അഭിനന്ദിക്കുക. 3, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം. ചില ആളുകൾ റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരെപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മറന്നു, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായി എന്നുള്ളത്. കാരണം അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ സെൽഫ് റെസ്പെക്ട്, അവരുടെ കോൺഫിഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും മറന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാനും ഒരു ഇൻഡിവിജ്വൽ ആണ് അല്ലെങ്കിൽ എനിക്കുള്ള കാര്യങ്ങൾ എന്ന രീതിയിലൊക്കെ അവർ മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം. സോ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി. സോ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ താല്പര്യങ്ങൾ, പാഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനു കൂടി ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും കൊടുക്കുക. ഇനി 4മതായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് ഇമോഷണൽ സേഫ്റ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തണം. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരിക്കണം. കാരണം ആ ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഫിയർ ഇല്ലാതെ എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നമുക്കത് തുറന്നു പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെയും അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ഫൈനലി നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറി ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഒരു വിശ്വാസപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളെ കുറിച്ച് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പേഴ്സണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക.
ഇങ്ങനെ കൃത്യമായ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ ഡിസ്റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറക്കെ വിളിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും നമ്മുടെ ഇഷ്ടക്കേടുകളെക്കുറിച്ചും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആക്സെപ്റ്റബിൾ അല്ലാത്തത്, ഇങ്ങനെ ഉണ്ടായിരിക്കും. മാത്രമല്ല റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കും. റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പേഴ്സണൽ ബൗണ്ടറി നിങ്ങൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീപ്പായ റെസ്പെക്റ്റ് ആയിക്കൊള്ളട്ടെ, അട്രാക്ഷൻ ആയിക്കൊള്ളട്ടെ, നാച്ചുറലി നിങ്ങളിൽ എത്തിച്ചേരും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പ്രാക്ടിക്കലായി നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നമുക്ക് വളരെ സത്യസന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ ഈ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.